സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നടുവേദന നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എത്ര വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാലും കുറയാത്ത തരത്തിലുള്ള ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സയാറ്റിക്ക ആവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഈ വീഡിയോ സയാറ്റിക്കയെ കുറിച്ചാണ്. എന്താണ് സയാറ്റിക്ക? സയാറ്റിക്ക എന്ന് പറഞ്ഞ നെർവ് കണ്ടീഷൻ ഉണ്ടായാൽ സർജറി ചെയ്യണോ വേണ്ടേ? മറ്റെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫടി. നമുക്ക് തുടങ്ങാം. ആദ്യമായി സയാറ്റിക്കയെ കുറിച്ച് പറയാം. സയാറ്റിക് എന്ന് പറയുന്നത് ഒരു നെർവിൻ്റെ പേരാണ്. സ്പൈനൽ കോഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു വലിയ നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ നെർവിൽ ഉണ്ടാവുന്ന ചെറിയ തരത്തിലുള്ള ഡാമേജസോ ഇൻഫ്ലമേഷൻ കാരണം പേഷ്യന്റിന് അനുഭവപ്പെടുന്ന എല്ലാ കണ്ടീഷനെയും കൂടി നമുക്ക് സയാറ്റിക്ക എന്ന് പറയാം. അത് ബാക്ക് പെയിൻ ആവാം, തൈസിലാവാം, ബട്ടക്സിലാവാം, കാലിൻ്റെ ഭാഗത്തേക്കാവാം, അല്ലെങ്കിൽ ഈ നെർവ് സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ തരിപ്പ് പോലെയാവാം. ഒരു സാധാരണ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബാക്ക് പെയിനും, പ്രത്യേകിച്ച് ലോ ബാക്ക് പെയിനും സയാറ്റിക്ക ആണെന്ന് അധികം ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ സയാറ്റിക് നെർവിനെ ബാധിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കണ്ടീഷനാണ്. ഈ സയാറ്റിക് നെർവിന് തന്നെ പലതരത്തിലുള്ള നെർവ് റൂട്ട്സ് ഉണ്ട്. നമ്മളുടെ നട്ടെല്ല് നമുക്ക് 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. മുകളിൽ കഴുത്തിൻ്റെ അവിടെ സെർവൈക്കൽ വെർട്ടിബ്രയാണുള്ളത്. അതിൻ്റെ താഴെ തൊറാസിക് വെർട്ടിബ്രേ, അതിൻ്റെയും താഴെ ലംബാർ വെർട്ടിബ്രയും, ഏറ്റവും താഴെ സേക്രമാണുള്ളത്. ലംബാർ വെർട്ടിബ്രേ 5 എണ്ണം ഉണ്ട്. അതിൽ 4ാമത്തെ ലംബാർ വെർട്ടിബ്രേ മുതൽ 3ാമത്തെ സേക്രൽ വെർട്ടിബ്രേ വരെ ഈ പറഞ്ഞ സയാറ്റിക് നെർവിൻ്റെ റൂട്ട്സ് വരുന്നുണ്ട്. സയാറ്റിക്ക ഇത്രയും നൊട്ടോറിയസ് ആവാൻ കാരണം ഇത് കാരണം ഉണ്ടാകുന്ന പെയിനാണ്. നമ്മളുടെ ഹിപ്പ് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത്, അതായത് മുമ്പോട്ട് കുനിയുന്ന സമയത്ത്, ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒന്ന് ചുമയ്ക്കുന്ന സമയത്ത്, ഇങ്ങനത്തെ എല്ലാ കണ്ടീഷൻസിലും ഈ നെർവോ അല്ലെങ്കിൽ നെർവ് റൂട്ട്സിലോ കംപ്രഷൻ ഉണ്ടാവാം, ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അപ്പോൾ പെയിന് അനുഭവപ്പെടാം. നമ്മളുടെ ശരീരത്തിലുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 2 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഉണ്ടാവാം. അതായത് ഒരു കോയിൻ്റെ അത്രയും ഡയമീറ്റർ ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് സയാറ്റിക്ക ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ ഹെർണിയേഷനാണ്. നമ്മളുടെ നട്ടലുള്ള ഓരോ വെർട്ടിബ്രേൻ്റെ ഇടയിൽ ചെറിയൊരു ഡിസ്ക് ഉണ്ട്, കാരംസിൻ്റെ കോയിന് പോലെ. ഈ ഡിസ്ക് എവിടെയാണോ ഒറിജിനലി നിൽക്കേണ്ടത് അവിടെ നിന്നും തെറ്റി പുറത്തേക്ക് വരികയാണെങ്കിൽ ഡിസ്ക് തെറ്റിപ്പോവാന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ ഡിസ്ക് പോയി തട്ടുന്നത് ഈ നെർവിലായിരിക്കും. അപ്പോൾ പെയിൻ ഉണ്ടാവും. മറ്റ് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ സയാറ്റിക് നെർവ് ഉണ്ടാവുന്ന നെർവ് റൂട്ട്സിൽ അത് പുറത്തേക്ക് വരുന്ന ചെറിയ ഹോളുണ്ട്. ആ ഹോൾസ് ചെറുതാവുന്നതാവാം, അല്ലെങ്കിൽ ഓരോ നട്ടലിൻ്റെയും പൊസിഷൻ മാറുന്നതാവാം. അത് ഇഞ്ചുറീനെ കൊണ്ടാവാം, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവാം, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കാരണമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിംഗ് പോസ്ചർ കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ഇത് കൂടാതെ നട്ടെല്ലാം ബാധിക്കുന്ന പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ക്യാൻസർ ആവാം, ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മാസ് ഈ നെർവിനെ കംപ്രസ് ചെയ്യുന്നതാവാം. പല കാരണങ്ങൾ കൊണ്ട് സയാറ്റിക്ക വരാം. സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഉണ്ടാവാം. ഇനി പ്രായത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രായത്തിലും ഉണ്ടാവാം. പക്ഷേ 20 വയസ്സിൻ്റെ മുമ്പേ സയാറ്റിക്ക വരാനുള്ള ചാൻസസ് കുറവാണ്. ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് 40 വയസ്സിന് ശേഷമാണ്. ചെറുപ്പക്കാർക്ക്, അതായത് 20 വയസ്സിന് മുമ്പേ സയാറ്റിക്ക പോലത്തെ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്തെങ്കിലും ഇഞ്ചുറി ആയിരിക്കും, ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക. എക്സസൈസിനും സയാറ്റിക്ക വരുന്നതിൽ ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് സയാറ്റിക്ക മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലല്ല നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വീണ്ടും സയാറ്റിക്കേൻ്റെ സിംറ്റംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതുവരെ ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല, സയാറ്റിക്ക പോലത്തെ കണ്ടീഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റീവ് ആണ്. സയാറ്റിക്ക വരാതെ നോക്കാൻ എക്സസൈസ് ഇങ്ങനെയുള്ളവർക്ക് ബെനിഫിഷ്യലാണ്. കുറേ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചും അവരിയ്ക്കുന്ന പോസ്ചർ കറക്റ്റ് അല്ലെങ്കിൽ ഇതിനെ എർഗോണോമിക്സ് എന്നാണ് പറയുന്നത്. ഇതിന് ചില ഉദാഹരണമാണ് ട്രക്ക് ഡ്രൈവേഴ്സ് എല്ലാം. ജോലി സംബന്ധമായി ഈ പോസ്ചർ കറക്റ്റ് അല്ലാതെ കുറേ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്കും സയാറ്റിക്ക വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സയാറ്റിക്കേൻ്റെ സിംറ്റംസിനെ കുറിച്ച് പറയാം. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്താണ് സയാറ്റിക് നെർവിന് കംപ്രഷനും ഡാമേജസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇത് എപ്പോഴും ഒരു സൈഡ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ 2 സൈഡിലും ഉണ്ടാവാം. പക്ഷേ പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സിംറ്റംസ് മോസ്റ്റ്ലി ഏത് ഭാഗത്താണോ നെർവ് ഇഞ്ചുറി, നെർവ് ഡാമേജ് ഉണ്ടായിട്ടുള്ളത് ആ ഭാഗത്തായിരിക്കും കൂടുതൽ സിംറ്റംസ് ഉണ്ടാവുക. സയാറ്റിക്കേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ബാക്ക് പെയിൻ അവിടെ മാത്രം നിൽക്കില്ല, അത് റേഡിയേറ്റ് ചെയ്യും കാലിൻ്റെ അറ്റം വരെ. കാലിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ടോസ് വരെയൊക്കെ പെയിൻ റേഡിയേറ്റ് ചെയ്യുക. ചിലർക്ക് ഈ പെയിനുള്ള ഭാഗങ്ങളിലൊക്കെ തരിപ്പ് അനുഭവപ്പെടാം, നംനെസ് പോലെ ഉണ്ടാവാം. ചിലപ്പോൾ ബട്ടക്സിൻ്റെ ഭാഗത്തായിരിക്കാം ഇങ്ങനത്തെ പെയിനും നംനെസ്സും റിപ്പോർട്ട് ചെയ്യുന്നത്. സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് നെർവാണ്. അതായത് ഇതിനെ മസിലിനെ കൺട്രാക്ട് ചെയ്യാനുള്ള മോട്ടോർ ഫൈബേഴ്സും ഉണ്ട്, ഈ നെർവ് പോകുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസേഷൻസ് കളക്ട് ചെയ്യാനുള്ള സെൻസറി ഫൈബേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് പെയിനും നംബ്നെസ്സും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇനി മോട്ടോർ ഫൈബേഴ്സിനെ ബാധിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഷ്യൻസിന് മസിൽ വീക്ക്നെസ് ഉണ്ടാവാം. അത് കൂടുതലായിട്ടും അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്താണോ പെയിൻ ഉള്ളത് ആ ഭാഗത്ത് കാലിൻ്റെ വെയിറ്റ് കൂടുതലാണെന്നുള്ള രീതിയിലായിരിക്കും. ആ കാല് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാവാം, നടക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഇനി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബാക്ക് പെയിൻ സയാറ്റിക്ക തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്.
ഇതിന് നിങ്ങൾ ഓർത്തോപെഡിക്സ് വിഭാഗത്തിലുള്ള ഡോക്ടറിൻ്റെ അടുത്താണ് പോകേണ്ടത്. ചില ടെസ്റ്റുകളുടെ പേര് ഞാൻ പറയാം. ഈ ടെസ്റ്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ അതിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ വീട്ടിൽ നിന്നും ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും കോമൺലി ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേര് സ്ട്രെയിറ്റ് ലെഗ് റേസിംഗ് ടെസ്റ്റ് എന്നാണ്, SLR എന്ന് പറയും. ഇതിൻ്റെ മറ്റൊരു വേരിയേഷനാണ് ക്രോസ്ഡ് ലെഗ് ടെസ്റ്റ്. വേറൊരു ടെസ്റ്റാണ് സ്ലംപ് ടെസ്റ്റ്. ഇത്തരത്തിലുള്ള പോസ്റ്ററിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിൻ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് സയാറ്റിക്ക പോലത്തെ പെയിൻ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. സയാറ്റിക്ക മോസ്റ്റ്ലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. നമുക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. 6 മുതൽ 8 ആഴ്ച വരെ സാധാരണ രീതിയിലുള്ള തെറാപ്പി ചെയ്തിട്ടും പെയിന് കുറയുന്നില്ലെങ്കിൽ മാത്രമാണ് ഇമേജിംഗ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെസ്റ്റ് MRI സ്കാനാണ്. ഇനി സയാറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. പെട്ടെന്ന് പെയിന് വരുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി കാരണം എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പൊന്തിച്ചിട്ടുണ്ടായിട്ടുള്ള പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പെയിന് കുറയ്ക്കാൻ കോൾഡ് പാക്ക് വെക്കുന്നത് നല്ലതാണ്. ഐസ് പാക്സ് ആ ഭാഗത്ത് വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആയിട്ട് ചൂടും ഐസ് പാക്സും വെക്കുന്നതും ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഈ പെയിൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോസ്ചർ കഴിയുന്നത് ഒഴിവാക്കുക. കൂടുതൽ സമയം ഒരേപോലെ ഇരിക്കുന്നത് ഒഴിവാക്കുക. കൂടുതൽ സമയം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇരിക്കുന്ന സമയത്താണെങ്കിലും നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇറക്റ്റ് ആയിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇതിന് എക്സാമ്പിളാണ് പ്ലാങ്കും റിവേഴ്സ് പ്ലാങ്ക് അല്ല. ഫിസിക്കൽ എക്സസൈസ് തുടങ്ങുന്നത് നല്ലതാണ്. തുടങ്ങുമ്പോൾ വാക്കിങ്ങോ സ്വിമ്മിങ്ങോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്ട്രെച്ചിങ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹാംസ്ട്രിങ് സ്ട്രെച്ചസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആണ്. ലംബാർ സ്പൈനിൻ്റെ സ്ട്രെച്ചസ് ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങൾ വെയിറ്റ് എന്തെങ്കിലും പൊന്തിക്കുന്നുണ്ടെങ്കിൽ അത് ജിമ്മിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും ലിഫ്റ്റിംഗ് ടെക്നിക്സ് പ്രോപ്പർ ആക്കണം. അത് കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഇത് കാരണം വീണ്ടും പെയിന് അനുഭവപ്പെടാം. ഇനി നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് NSAIDs ആണ്. കുറച്ച് ദിവസം ഇത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തന്നെ പെട്ടെന്നുണ്ടായിട്ടുള്ള പെയിന് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് പുറമെ വീക്കായിട്ടുള്ള ഓപ്പിയോയിഡ്സ് ഉപയോഗിക്കാം. ട്രെമഡോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള പെയിൻ കില്ലേഴ്സൊക്കെ മെയിൻലി ഇൻഫ്ലമേഷൻ കാരണമുള്ള പെയിനിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെർവിനെ ബാധിച്ചിട്ടുള്ള ന്യൂറോളജിക്കൽ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഗാബാപെൻറ്റിൻ പോലത്തെ സീഷറിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വരും. അത് കുറച്ച് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ചില പേഷ്യൻസിന് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. സ്റ്റിറോയിഡ്സ് ഈ ലംബാർ സ്പൈനിൽ ഇഞ്ചെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓറലി ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുക. നിങ്ങൾക്ക് സയാറ്റിക്ക ഉണ്ടെങ്കിൽ ഡീപ്പ് ടിഷ്യൂ മസാജിങ് ഹെൽപ്ഫുൾ ആണെന്ന് പറയാറുണ്ട്. ഒരു ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ ഡോക്ടറിനെ കാണുന്നത് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസസും PMR ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത് തരും. അത് നിങ്ങൾ ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പെയിനും മറ്റ് സിംറ്റംസും കുറയ്ക്കാൻ സാധിക്കും. ഫിസിയോതെറാപ്പിന് നല്ല റോളുണ്ട് സയാറ്റിക്കനെ മാനേജ് ചെയ്യാൻ. ഇനി ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് സർജറി എന്ന് പറയുന്നത്. സ്പൈനിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് ഹെർണിയേഷൻ ഉണ്ട്, ഡിസ്ക് തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പൈനിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ട്, അല്ലെങ്കിൽ ആപ്സസ് ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമേ സർജറി യൂസ്ഫുൾ ആവുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ആദ്യം പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് സയാറ്റിക്കനെ മാനേജ് ചെയ്യാൻ വളരെയധികം ബെനിഫിഷ്യലുമാണ്. സർജറി ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനുമാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. ഇനി ഞാനൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് പറയാം. പേഷ്യൻ്റെ പേര് ഡേവിഡ് എന്നല്ല, പേര് മാറ്റിയതാണ്. 38 വയസ്സാണ്, IT പ്രൊഫഷണലാണ്. സയാറ്റിക്ക പോലത്തെ പെയിന് വന്നിട്ട് 4 മാസമായി. ഈ പെയിന് കാരണം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല, ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം ഡേവിഡ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജനെ പോയി കാണിച്ചു. ഡോക്ടർ ബ്രീഫായിട്ട് എക്സാമിൻ ചെയ്തതിന് ശേഷം സർജറി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. സർജറിക്കുള്ള ഒരു ഡേറ്റും കൊടുത്തു. പക്ഷേ സർജറി ചെയ്യണോ വേണ്ടതെന്നൊരു ചെറിയ ഡിസിഷൻ അല്ല. അത്തരത്തിലുള്ളൊരു വലിയ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ രണ്ടാമതൊരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി ഡേവിഡ് ഓൺലൈനായിട്ട് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. ഇദ്ദേഹം ഓർത്തോപെഡിക് സർജൻ തന്നെയാണ്. പക്ഷേ ഡേവിഡിൻ്റെ എല്ലാ റിപ്പോർട്ട്സും MRI സ്കാനും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സ്ലം ടെസ്റ്റ് ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യിപ്പിച്ചതിന് ശേഷം സർജറീൻ്റെ ആവശ്യമില്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മതി എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡേവിഡ് അത് കൺഫേം ചെയ്യാൻ മറ്റൊരു ഓൺലൈൻ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും കൂടി എടുത്തു. ആ ഡോക്ടറും ഇതേപോലെയാണ് പറഞ്ഞത്, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. IT പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ എർഗണോമിക്സ് കറക്റ്റ് ചെയ്യണം, സിറ്റിംഗ് പോസ്ചർ കറക്റ്റ് ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം, PMR ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പറഞ്ഞു, 5 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. ഡേവിഡ് സർജറി ഒഴിവാക്കാൻ എന്തും ചെയ്യാൻ റെഡിയായിരുന്നു. ആദ്യത്തെ 4 മാസം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെറും ടാബ്ലറ്റ്സ് കഴിക്കൽ മാത്രമായിരുന്നു. പക്ഷേ ഈ തെറാപ്പി ചെയ്ത് തുടങ്ങിയ സമയത്ത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഡേവിഡ് അത് കണ്ടിന്യൂ ചെയ്തു. പെയിന് കുറയുന്നതായിട്ട് കണ്ടു. ഇതിൻ്റെ കൂടെ ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വന്നു. പക്ഷേ സർജറി അവോയ്ഡ് ചെയ്യാൻ ഡേവിഡിന് സാധിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നല്ല. പക്ഷേ ചിലർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനെ കൊണ്ടും തെറാപ്പിനെ കൊണ്ടും സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ നിങ്ങൾ രണ്ടാമതും മൂന്നാമതും മറ്റു ഡോക്ടേഴ്സിന് ഒപ്പീനിയൻ എടുക്കുക. ഡേവിഡ് കണ്ട 3 ഡോക്ടേഴ്സിൽ 2 പേരും സർജറീൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡേവിഡിന് സർജറി വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായി. ഇത്തരത്തിലുള്ള മേജർ ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്കും ഹെൽപ്പ് വേണമെങ്കിൽ ഡോഫോഡി വെബ്സൈറ്റ് നിങ്ങളും വിസിറ്റ് ചെയ്യുക.
വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെ കാണാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബാക്ക് പെയിൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്, സയാറ്റിക്കിനെ കുറിച്ചോ മറ്റ് ഏത് തരത്തിലുള്ള കണ്ടീഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ വീഡിയോസ് കാണേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.